BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മധു കൊലപാതക കേസ് 12 പ്രതികൾക്ക് ജീവപര്യന്തം. അട്ടപ്പാടിയിൽ മധുവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. 2 മുതൽ 15 വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം. 16-ാം പ്രതിയുടെ ശിക്ഷ ഉയർത്തണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. പ്രതിക്ക് 1 വർഷം തടവ് വിധിച്ചു. കേസിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ഹൈക്കോടതി ശരിവച്ചിരുന്നു. കെ ശിവരാമനെതിരെ പാർട്ടി നടപടി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കി. CPI മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ശിവരാമനെതിരെ പാർട്ടി നടപടി. ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും കൌൺസിലിൽ നിന്നും കെ ശിവരാമനെ ഒഴിവാക്കി. ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനം ജില്ലാ കൌൺസിൽ അംഗീകരിച്ചു. പീരുമേട്ടിലെ തോൽവിയുമായി ബന്ധപ്പെട്ട പരസ്യ വിമർശനത്തെ തുടർന്നാണ് നടപടി. പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ. മുനമ്പത്ത് 10 മിനിറ്റിൽ തീരുമാനമെടുപ്പിക്കാതിരിക്കുവാൻ മുൻ സർക്കാർ പോണ പോക്കിൽ 8ന്റെ പണി തന്നു മുഖ്യമന്ത്രി. മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. പോണ പോക്കിൽ കഴിഞ്ഞ സർക്കാർ ഒരു തീരുമാനമെടുത്തു. 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കുവാനുള്ള നീക്കമാണ് നടത്തിയത്. പോണ പോക്കിൽ വഖഫ് ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. എന്താണ് അവരുടെ ഉദ്ദേശമെന്നറിയില്ല. 8ന്റെ പണി തന്നിട്ടാണ് വഖഫ് ബോർഡ് പോയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാലവർഷം നാളെയില്ല. 3 ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. 3 ജില്ലകളിലെ മുന്നറിയിപ്പ് പിൻവലിച്ചു. 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്തെ കാലവർഷത്തിനായി കാത്തിരിക്കണം. കാലവർഷം നാളെയില്ല. നാളെ കേരളത്തിലെത്തും എന്നായിരുന്നു മുൻ പ്രവചനം. നിഖിൽ പൈലി നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യം കോൺഗ്രസിനുണ്ട്. ധീരജ് വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടും DCC പ്രസിഡന്റ്. ധീരജ് വധക്കേസിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. നിഖിൽ പൈലി ഉൾപ്പെടെ നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നവർ നിരപരാധികൾ. ഇക്കാര്യം കോൺഗ്രസിന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിഖിൽ പൈലിയെ DCCയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ആരെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് CPIM പറയേണ്ട ആവശ്യമില്ല. കൊലക്കേസ് പ്രതികളെ വരെ ജനപ്രതിനിധികളാക്കിയ ആളുകളാണ് CPIM. നിഖിൽ പൈലിയെ DCC അംഗമാക്കിയതിൽ വിവാദമുയർന്നിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അട്ടപ്പാടി മധു കൊലക്കേസ് 1-ാം പ്രതിയെ വെറുതെ വിട്ടു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മധുവിന്റെ സഹോദരി. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ച് ഹൈക്കോടതി. 2-ാം പ്രതി മുതലുള്ള 12 പ്രതികൾക്കാണ് ജീവപര്യന്തം വിധിച്ചത്. 2.5 ലക്ഷം രൂപ വെച്ച് 12 പ്രതികളും പിഴ അടയ്ക്കണമെന്നും കോടതി വിധിച്ചു. 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. പ്രതികളുടെ ശിക്ഷ ഉയർത്തിയതിൽ സന്തോഷമെന്ന് മധുവിന്റെ സഹോദരി സരസു പ്രതികരിച്ചു. ആർക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകരുത്. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യുവാൻ ഉത്തരവ്. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. റിമാൻഡ് ചെയ്യുവാൻ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യുവാനാണ് ഉത്തരവ്. കേസിൽ CPIM പ്രവർത്തകരായ 17 പേരാണ് പ്രതികൾ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.